കൊച്ചിയിലെ ഡാർക്ക് നെറ്റ് ലഹരി ഇടപാട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്. അത് ഞെട്ടിക്കുന്നതായിരുന്നു. വലിയൊരു ശൃംഖലയുടെ തലപ്പത്തുള്ളത് കേരളത്തിൽ നിന്നുള്ള ഒരാളാണെന്ന്. എന്നാൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം ഈ ഇടപാടിൽ അറസ്റ്റിലായ 3 പേരും സഹപാഠികളാണ് എന്നതാണ്. മൂവാറ്റുപുഴയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലാണ് എഡിസൺ ബാബുവും KV ഡിയോളും അരുൺ തോമസും ഒന്നിച്ചു പഠിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന സഹപാഠികളും നിരീക്ഷണത്തിലാണ്. പ്രതികളെ നാളെ NCB കസ്റ്റഡിയിൽ വാങ്ങും. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഈ എഡിസന്റെയും ഡിയോളിന്റെയും കാര്യത്തിൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് പാഞ്ചാലിമേട്ടിൽ കണ്ടിരുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ അതിൽ കൂടുതൽ അടുത്ത ബന്ധം, ഇവർ 3 പേരും സഹപാഠികളായിരുന്നു, അതായത് ഏറെ നാളായുള്ള ബന്ധമാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് ഈ ഡിയോൾ 2019 മുതൽ വിദേശ ലഹരി ഇടപാടുകാരുമായി ബന്ധമുണ്ടായിരുന്നു. കോടികൾ സമ്പാദിപ്പിക്കാമെന്ന് മോഹിപ്പിച്ചുകൊണ്ട് എഡിസനെ ഈ ലഹരിയുടെ വഴിയിലേക്ക് നയിച്ചതും ഡിയോൾ ആണെന്ന് NCB കണ്ടെത്തുകയും ചെയ്തു. ഒപ്പം ഈ എഡിസൺ സമർത്ഥനായിട്ടുള്ള ഒരു എഞ്ചിനീയർ ആണെന്ന് കൂടി NCBക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. കാരണം 25 പാസ്പോർട്ടുകളാണ് ഇയാൾ മനസ്സിൽ ഓർത്തു വെച്ചിരിക്കുന്നത്. ഇവർ ഇത്തരത്തിൽ ഒരു ഈ എഡിസന്റെ ഈ ഒരു എഞ്ചിനീയറിംഗിന്റെ മികവിനെ തന്നെയാണ് ഡിയോൾ ഇതിലേക്ക് പ്രേരിപ്പിച്ചതും അല്ലെങ്കിൽ ഡിയോൾ ഉപകാരപ്പെടുത്തിയതെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എഡിസൺ ബാബു, KV ഡിയോൾ, അരുൺ തോമസ് ഇവർ 3 പേരും മൂവാറ്റുപുഴയിലെ സ്വകാര്യ കോളേജിൽ ഒന്നിച്ചു പഠിച്ചതാണ്. ഈ എഡിസന്റെ കഴിവിനെ ഡിയോൾ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. ഈ ലഹരിയുടെ സാധ്യതകളെ കുറിച്ചും അല്ലെങ്കിൽ ലഹരി ഇടപാട് നടത്തുമ്പോൾ ഉണ്ടാകുന്ന കോടികൾ വരുമാനം ലഭിക്കുമെന്നതിലൊക്കെ എഡിസനെ വീഴ്ത്തിയത് ഡിയോൾ എന്നാണ് NCBക്ക് ലഭിച്ച വിവരം. ഇവർ ഈ പാഞ്ചാലിമേട്ടിലെ ഈ റിസോർട്ടിലായിരുന്നു ഈ പ്രതികൾ ഒത്തുകൂടുകയും ഈ ലഹരിയെ കുറിച്ചുള്ള ചർച്ചകളും അല്ലെങ്കിൽ ലഹരി ഇടപാടുകളെ കുറിച്ചുള്ള കൂടുതൽ സാധ്യതകളും ഒക്കെ തേടുകയും ചെയ്തത്. ഇവരുടെ ഇൻസ്റ്റഗ്രാം, ഈ റിസോർട്ടിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിറയെ തന്നെ ഡിയോളിന്റെയും എഡിസന്റെയും ചിത്രങ്ങളുമാണ്. എന്തായാലും നാളെ NCB പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു പെൺകുട്ടിയെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു. ആ പെൺകുട്ടിയെ ഡിയോളിന്റെ ഭാര്യ അഞ്ജുവിനെ ഉടനെ കസ്റ്റഡിയിലേക്ക് വാങ്ങേണ്ടതില്ല എന്നൊരു നിഗമനത്തിലാണ്. കാരണം ഇവർ 3 പേരുമാണ്, ഈ സുഹൃത്തുക്കളായ 3 പേരുമാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരന്മാരെന്ന് തന്നെയാണ് NCB സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം ഇവർ നടത്തിയത്, കേരളത്തിന് പുറത്ത് ഇവർ നടത്തിയ ലഹരി ഇടപാടുകളെ കുറിച്ചൊക്കെ ഉള്ള ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയും സംസ്ഥാനത്തിന് പുറത്തും അറസ്റ്റുകൾ ഉണ്ടായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും. ഇവർ സമ്പാദിച്ച പണം അതെവിടെയാണ്? ഈ ക്രിപ്റ്റോ കറൻസി കൂടാതെ ഇവർ ഈ അടുപ്പമുള്ള ഇടപാടുകാർക്ക് പണമായി തന്നെ, ക്യാഷ് ഓൺ ഡെലിവറിയായി തന്നെയാണ് സാധനങ്ങൾ എത്തിച്ചു നൽകിയിരുന്നത്. അങ്ങനെയെങ്കിൽ ആ പണം എവിടെയെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണവും NCBയുടെ ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്തുകൂടി നടക്കുകയാണ്. ഒപ്പം ഈ ക്രിപ്റ്റോ ഇടപാടുകൾ പരിശോധിക്കുവാൻ വിദഗ്ധരുടെ സഹായം തേടുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം ഈ കമ്മ്യൂണിക്കേഷൻ, ഈ വെബ്സൈറ്റിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ ഈ കോഡ് വഴിയാണ്, അത് ഡീകോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിദഗ്ധ സഹായവും NCB തേടിക്കഴിഞ്ഞു. എന്നാലും ഇത് ചെറിയ ഇരകളല്ല, ഇവർ വലിയ ചെറിയ മീനുകളല്ല, ഇവർ വലിയ രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് തന്നെയാണ് ഇതിനോടകം തന്നെ. നവമി, അതായത് ആദ്യഘട്ടത്തിൽ വിചാരിച്ചിരുന്നത് എഡിസൺ ആണ് ഈ ഡാർക്ക് നെറ്റിലെ ഈ ഒരു നെറ്റ്വർക്കിന്റെ പ്രധാനി, അല്ലെങ്കിൽ എഡിസന്റെ നേതൃത്വത്തിലാണ് ഇത് മുഴുവൻ നടന്നിരുന്നത് എന്നതാണ്. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് എഡിസനെ ഇതിലേക്ക് കൊണ്ടുവന്നത് ഡിയോൾ ആണ് എന്നതാണോ? അങ്ങനെ തന്നെയാണ് ശ്രീജ NCB പറയുന്നത്. ഡിയോള് 2019 മുതൽ തന്നെ വിദേശ ലഹരി ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു സൗഹൃദം, അതായത് പഠിക്കാനൊക്കെ ഏറെ മിടുക്കനായിരുന്നു എഡിസൺ. ആ എഡിസന്റെ കഴിവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇതിലെ സാധ്യതകൾ, കോടികൾ സമ്പാദിക്കുവാൻ കഴിയും, ലഹരി ഇടപാടിലൂടെ വലിയ സാധ്യതകളുണ്ട്, പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ല, മറ്റ് ഇപ്പോൾ ചെയ്യുന്ന ജോലികളൊക്കെ ഉപേക്ഷിച്ച ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ കോടികൾ സമ്പാദിക്കാൻ കഴിയുമെന്ന് മോഹിപ്പിച്ചുകൊണ്ട് ഡിയോളാണ് എഡിസനെ ഈ ഒരു വഴിയിലേക്ക് നയിച്ചതെന്നാണ് NCBക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ഒപ്പം ഈ എഡിസന്റെ മെമ്മറി പവർ അത് വലിയ രീതിയിൽ തന്നെ ഡിയോൾ ഉപയോഗിക്കുകയും അത് വലിയ രീതിയിൽ തന്നെ ഈ ഒരു ലഹരി ഇടപാടുകളിലെ സാധ്യതകളിലേക്ക് തുറന്നു കൊടുക്കുവാനും കഴിഞ്ഞു എന്നാണ് NCBക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലെ ഡാർക്ക് നെറ്റ് ലഹരി ഇടപാടിൽ ഈ അറസ്റ്റിലായ 3 പേരും സഹപാഠികളാണ്. എഡിസനെ പോലും ഇതിലേക്ക് കൊണ്ടുവന്നത് ഡിയോൾ ആണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ NCBയിൽ നിന്ന് ലഭിക്കുന്നത്.